പോലീസിൽ പഴയ കുട്ടമ്പിള്ള സെറ്റപ്പൊക്കെ അങ്ങ് മാറി. ഇപ്പോൾ സേനയിലെ പോലീസുകാർ വൈബാണ്, ട്രെൻഡാണ്. അങ്ങനെ വൈബായ ട്രെൻഡായ ഒരു കൂട്ടം പോലീസുകാരാണ് ഇന്ന് 24-നൊപ്പം ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കാനെത്തുന്നത്. ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുവാൻ 24-നൊപ്പം എത്തിയിരിക്കുന്ന അതിഥികൾ ബാലരാമപുരം SHO ധർമ്മജിത്ത്, അതുപോലെ മ്യൂസിയം SHO വിമൽകുമാർ, ഫോർട്ട് SHO ശിവകുമാർ, മ്യൂസിയം SI വിപിൻ ഗബ്രിയൽ. നിങ്ങൾക്കൊപ്പം ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുവാൻ ഒരു സർപ്രൈസ് അതിഥി കൂടിയുണ്ട് 24-നൊപ്പം. ശ്രീ സാറേ, അപ്പോൾ ഈ ഓണം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പോലീസുകാരെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. കാരണം ഓണം ആഘോഷിക്കുന്നത് അത്ര പതിവല്ല പോലീസുകാർ, കാരണം അവരുടെ ഉത്തരവാദിത്തങ്ങൾ അങ്ങനെയാണ്. ഞങ്ങളുടെ പോലീസിലെ ഓണമാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ബന്ധവസ്ഥ ഓർമ്മ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. കാരണം ഞങ്ങൾ കൃത്യമായിട്ട് ജോലി ചെയ്താൽ മാത്രമേ മറ്റുള്ളവർക്ക് ഓണം ആഘോഷിക്കാൻ പറ്റാറുള്ളൂ. പലപ്പോഴും ആൾക്കാരെല്ലാവരും അപ്പോൾ പലപ്പോഴും ഞങ്ങൾ മറ്റുള്ളവരുടെ ഓണാഘോഷം കണ്ട് ആസ്വദിക്കാറും സന്തോഷിക്കാറുമാണ് പതിവ്. ഓണത്തിന് പോലീസിലുള്ളതിന് മുമ്പുള്ളൊരു കാലത്തെക്കുറിച്ച് പറഞ്ഞാൽ നല്ല ഓർമ്മകളുണ്ട്. പൂ പറിക്കാൻ പോയതും മനസ്സിലായില്ലേ, പൂ കൊണ്ടുവരുന്ന ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്നവർക്ക് ചില സമ്മാനങ്ങളും, പിന്നെ അത് കഴിഞ്ഞ് പൂക്കള മത്സരങ്ങൾ നടത്തുമ്പോൾ ഈ ഇലയിട്ടതിനുള്ള അടിപിടിയും, ഈ ചില ഇലകൾ വെക്കും പൂവിന് പകരം, പൂ തികയാതെ വരുമ്പോൾ. പക്ഷെ ഇന്നിപ്പം മുഴുവനും ആൾക്കാർ ആ കാലഘട്ടം മാഞ്ഞു പോയെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പം ഓണത്തിന് പൂവിടുന്നതെല്ലാം തന്നെ മേടിക്കുന്ന പൂക്കളാണ്, പറിച്ചു കൊണ്ടുവന്നിടുന്ന ഒരു പതിവ് ഞാനധികം കാണുന്നില്ല. അത്തപ്പൂക്കളം തന്നെ റെഡിമെയ്ഡായിട്ട് കിട്ടുന്നത്, റെഡിമെയ്ഡായിട്ടാണ്. അപ്പോൾ എൻ്റെ ASP കാലത്തുള്ളൊരു ഓണ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. P. ജയരാജനെ ആക്രമിക്കപ്പെട്ടിരുന്നൊരു ദിവസം. ഞാൻ തലശ്ശേരി ASP ആയിരുന്നു. തിരുവോണ ദിവസമാണ്. അന്ന് ഞാൻ ഈ തലശ്ശേരിയുടെ ബന്ദോബസ്തിൻ്റെ ഒരു ബാധ്യത എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവാതെ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവധി കൊടുത്തിരുന്ന ദിവസമായിരുന്നു. അന്ന് തന്നെ അദ്ദേഹത്തിന് ഈ ആക്രമണം നേരിടേണ്ടി വന്നു. P. ജയരാജനെ ആക്രമിച്ച് ആദ്യം വീട്ടിലെത്തുന്നത് ഞാനാണ്. ഇത്തരം ജീവിതാനുഭവങ്ങൾ ഒരുപാടാണ് ഓരോ പോലീസുകാർക്കും. എന്തായാലും നമ്മൾ ഓണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ധർമ്മജി സാറിനോട് ചോദിക്കാം. സാറേ, ഓണം ഈ സർവീസിൽ കയറിയതിന് ശേഷം അത്രയും ആഘോഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഫാമിലിയിൽ നിന്നൊക്കെ വിട്ടുനിന്ന് ഡ്യൂട്ടിയുടെ ഇടയിലായിരിക്കും. എങ്ങനെയാണ് ഓണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ? പോലീസിൽ കയറിയ ശേഷം എല്ലാ ഓണവും ആഘോഷിക്കാറില്ല, വീട്ടുകാരോടൊപ്പം ആഘോഷിക്കാറില്ല. ഏത് സ്ഥലത്താണോ അവിടെയുള്ള ആൾക്കാരുടെ കൂടി അവിടെയാണ് ഓണം ആഘോഷിക്കുന്നത്. സാർ സൂചിപ്പിച്ചതുപോലെ ഓണത്തിന് മുന്നോടിയായിട്ടോ അല്ലെങ്കിൽ ഓണം കഴിഞ്ഞിട്ടോ ആണ് സാധാരണ നമ്മൾ ആഘോഷിക്കാറുള്ളത്. കഴിഞ്ഞ വർഷം കൊല്ലത്തായിരുന്നു, അവിടെ ഒരു വൃദ്ധസ്ഥാനത്തിലാണ് ഓണം ആഘോഷിച്ചത്. എല്ലാ പ്രാവശ്യവും ഇതുപോലെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഏത് സ്ഥലത്താണോ അവിടുത്തെ ഏതെങ്കിലും ഓൾഡ് ഏജ് ഹോമിലോ അവിടുത്തെ അന്തേവാസികളുടെ കൂടെ ആയിരിക്കും മിക്കവാറും ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, അപ്പം നമ്മൾ ഈ വിശേഷങ്ങളിലേക്ക് വരുമ്പോൾ ശ്രീജിത്ത് സാറിനെ റോൾ മോഡലാക്കി കുറച്ച് പോലീസുകാരുണ്ട്. അത് എന്താണ് അതിൻ്റെ ഒരു വ്യക്തത വരുത്തിയാക്കുള്ള? തീർച്ചയായും നമ്മുടെ മുടി പോകുന്നൊരവസ്ഥയിൽ പിന്നെ നമ്മൾ ലോ ആൻഡ് ഓർഡർ ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാരാണ്. അപ്പോൾ എപ്പോഴും ഈ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ച് മുടി ഉള്ളത് ഇല്ലാതാക്കുക. അപ്പോൾ നമുക്ക് പുറത്ത് റോൾ മോഡൽ നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ശ്രീജിത്ത് സാറുണ്ട്, പിന്നെ KE ബൈജു സാറുണ്ട്. അപ്പോൾ ഞങ്ങൾ സ്വയം റോൾ മോഡലായിട്ട് പോലീസ് സേനയ്ക്കകത്തുള്ള അംഗങ്ങളെ തന്നെ ഞങ്ങൾ അഡോപ്റ്റ് ചെയ്യുകയായിരുന്നു. സാറിനോട് സാറേ, ഈ ഒരുപാട് പോലീസുകാരുണ്ട്, ഈ കാരണത്താൽ സാറിനെ റോൾ മോഡലാക്കുന്നത് എന്താണ്? ഈ തലയുടെ വിശേഷം പറഞ്ഞാൽ ഇത് സാർ ഒരു ഫാഷനാക്കി വെച്ചിരിക്കുന്നതാണോ, അതേ മുടിയില്ലാത്തത് കൊണ്ട് ഉള്ള മുടി സാറ് പറഞ്ഞതുപോലെ കളഞ്ഞതാണോ? ഇത് രണ്ടുമാണ്. ഫാഷൻ ഇപ്പോൾ എന്നെ പരിചയമുള്ള ആൾക്കാർ, എൻ്റെ മകൾ തന്നെ എന്നോട് പറയും, മുടിയുള്ള അച്ഛനെക്കുറിച്ച് ഇനി എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്ന് പറയാറുണ്ട്. കാരണം ചില ആൾക്കാരിപ്പോൾ എന്നെ മുടിയില്ലാത്ത ശ്രീജിത്തിനെ കണ്ട് പരിചയിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ മുടിയുള്ള ശ്രീജിത്ത് എങ്ങനെയാണ് എന്ന് സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിൽ ആൾക്കാർ എന്നോട് പറയാറുണ്ട്. അപ്പോൾ അത് എനിക്കതിനകത്ത് വേറെ സന്തോഷം തോന്നുന്നില്ല. ചില സിനിമയിൽ ചില കഥാപാത്രങ്ങളെ കാണിക്കുമ്പോൾ അവർക്കിപ്പോൾ മുടിയില്ലാത്ത രീതിയിൽ ചിത്രീകരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ദൃശ്യം 2-ലെ IG നിങ്ങൾ നോക്കിയാൽ കാണാം, അദ്ദേഹത്തിന് ഒരു രോമം പോലും തലയിലില്ല. അപ്പോൾ ഈ പോലീസിലെ ഉദാത്ത മാതൃകകളിലൊന്നായി ഇത് മാറി എന്ന് അറിയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷെ അപ്പോൾ ഇപ്പോഴും ആ ഗ്ലാമർ അങ്ങനെ നിൽക്കുകയാണ്, പഴയകാല ഗ്ലാമർ. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവരോടൊക്കെ നന്ദിയോടുകൂടി ഞാൻ അവരെയൊക്കെ സ്മരിക്കുന്നത്. ഇപ്പോൾ ഇവർ 4 പേരുണ്ട്, ഒരേ മോഡലിലാണ് ഒരു. അപ്പോൾ ഞാൻ യൂണിഫോമിൽ കണ്ടപ്പോൾ ഞാൻ അല്പം ഒന്ന് കൊതിയോ തോന്നിയ ഒരാളാണ് ശിവകുമാർ സാർ. കാരണം ഭയങ്കര ഗ്ലാമറസ് ആയിട്ട് ആ ഫോട്ടോയിലൊക്കെ ഇങ്ങനെ ഇറങ്ങി നിൽക്കും. സാർ, എന്താണ് ഈ തല ഇങ്ങനെ ആക്കി ഈ ഒരു ഫാഷൻ സ്വീകരിക്കാനുള്ള സാഹചര്യം? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. സാറ് പറഞ്ഞതുപോലെ നമ്മുടെ എന്തായാലും പോയി, പിന്നെ അതൊരു ഫാഷനാക്കി കൊണ്ടുപോകാന്നുള്ള ഭാഗം മാത്രമേ ഉള്ളൂ. ഓണം
സ്റ്റേഷനിൽ തന്നെയാണ്. ഓണം സ്റ്റേഷനിൽ തന്നെയാണ്. സാറ് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പോലീസുകാരുടെ ഓണം എപ്പോഴും റോഡിലാണ്. ഏകദേശം നാട്ടുകാർ ഏകദേശം ഓണം ആഘോഷിച്ച് തിരുവോണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആഘോഷത്തിൻ്റെ ട്രെൻഡ് തന്നെ മാറുകയാണ്. പിന്നെ കുറേ ആൾക്കാർ പുറത്തോട്ട് ട്രാവലിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ നാട്ടിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെ പിന്നെ ഏതെങ്കിലും ടൂറിസ്റ്റ് പ്ലേസിൽ പോകും. അതിൽ തന്നെ ആൾക്കാർ മദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും. അതൊക്കെ നമ്മളെ പോലീസിനെ സംബന്ധിച്ച് അതൊക്കെ തലവേദനയുള്ള സംഭവങ്ങളാണ്. അപ്പം ഇതെല്ലാം ഒരു ജോലിയുടെ ഒരു പാഷനായിട്ട് എൻജോയ് ചെയ്ത് പോകുന്നു. വിമൽ സാറേ, അപ്പോൾ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ പോലീസിലേക്ക് വന്നു, എത്ര വർഷമായി പോലീസിലേക്ക് വന്നിട്ട്? 10 വർഷമാണ്. 10 വർഷമാവും. പോലീസ് ആയില്ലായിരുന്നെങ്കിൽ ആരായനെ? പോലീസ് ആയില്ലായിരുന്നെങ്കിൽ ആരായിരുന്നു എന്നുള്ളത് ചോദ്യമാണത്. ഞാൻ ഏകദേശം ഒരു 6ാം ക്ലാസ്സിൽ വെച്ച് പഠനം നിർത്തിയ ഒരാളാണ്. അപ്പോൾ പഠനം നിർത്തി വർക്ക്ഷോപ്പിൽ പണിക്ക് പോയ ഒരാളാണ്. അപ്പോൾ വീണ്ടും പഠിക്കാൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഞാനൊരു മെക്കാനിക്കായനെ ഒന്ന് കുറച്ചുകൂടെ പഠിച്ചിരുന്നെങ്കിൽ, പിന്നീട് പഠിക്കാൻ പോയിട്ട് SI സെലക്ഷൻ കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥനായി മാറിയാനെ. ഇപ്പോൾ ഈ കുംഭം മീശയും തലയൊക്കെ ഇങ്ങനെ ഫാഷനായി സ്വീകരിച്ചത് ഇപ്പോൾ തീരുമാനമാണോ? അതേ അല്ല, ഞാൻ പോലീസിൽ വരുന്ന കാലത്തിന് മുന്നേ മുടി കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ മുടി കൊഴിഞ്ഞ് തുടങ്ങിയപ്പോൾ ഈ സൗന്ദര്യ സങ്കല്പങ്ങളെക്കുറിച്ചുള്ളൊരു റിബൽ കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ അഴക് എന്ന് പറയുന്നത് മുടി ഉള്ളതാണ് എന്ന് നമ്മളെ സ്ഥാപിച്ചെടുക്കുന്നൊരു സാധനമുണ്ട്, ഷാമ്പുകളുടെ പരസ്യം. അപ്പം മുടി ഇല്ലാത്തതും ഒരു അഴകായിരിക്കുമോ എന്നൊരു പരീക്ഷണത്തിന് ആരംഭിച്ചതാണ്. പിന്നെ അത് ഐഡൻറ്റിറ്റിയായി മാറി. പിന്നെ സാറ് പറഞ്ഞ പോലെ മുടി ഉള്ള എന്നെ ആരും തിരിച്ചറിയാത്ത അവസ്ഥയിലേക്ക് വന്നപ്പോൾ പിന്നെ മുടിയില്ലാത്ത ഞാനാണ് നല്ലത്, മുടിയുള്ള ഞാനേക്കാൾ എന്ന് ഒരു തിരിച്ചറിയിലേക്ക് വന്നു. അങ്ങനെയാണ് ഈ നിരന്തരം ഒരു മുട്ടയടിക്കുന്നൊരു സംവിധാനത്തിലേക്ക് വന്നത്. വിപിൻ സാറ് എനിക്ക് തോന്നുന്നു സ്പോർട്സിൽ വലിയ അഗ്രഗണ്യനാണ്, ക്രിക്കറ്റിലൊക്കെ അസാധ്യ കഴിവുള്ളൊരു മനുഷ്യനാണ്. എന്താണ് ഈ മ്യൂസിയം സ്റ്റേഷനിലെ SI കൂടിയാണ്, സബ് ഇൻസ്പെക്ടർ കൂടിയാണ്. എന്താണ് ഈ പോലീസിലേക്ക് വന്നതിന് ശേഷമുള്ള ഒരു മാറ്റം പഴയ ഒരു ക്രിക്കറ്റ് ജീവിതത്തിൽ നിന്നൊക്കെ? അപ്പോൾ അത്ര വലിയ പ്ലെയറൊന്നുമില്ല, ചെറുതായിട്ട് ക്രിക്കറ്റ് കളിക്കും. ഞാൻ PHQലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആണ് അവിടുന്ന് ഒരു മാറ്റം ഉണ്ടായത്. അപ്പോൾ സിറ്റിയിൽ ഏത് സ്റ്റേഷനിൽ വരണമെന്ന് ഇങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ ശിവകുമാർ സാറ് ഞാൻ പ്രൊബേഷനായിരുന്ന സമയത്ത് എൻ്റെ SI ശിവകുമാർ സാറാണ്, അതായത് എൻ്റെ ഒരു ഗുരു എന്ന് തന്നെ പറയാം. വിമൽ സാറ് നമ്മൾ ആ സമയത്ത് ആ സമയത്ത് സിറ്റിയിലെ ഒരു നമ്പർ 1 SI ആയിട്ട് ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഈ രണ്ടുപേരെയും നമ്മൾ ഇങ്ങനെ നോക്കി കാണുന്ന ആൾക്കാരാണ്. ഈ കൊമ്പം മീശയും തലയും പോലീസ് ആയതിനു ശേഷം സ്വീകരിച്ചതാണ്. എൻ്റെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു പോലീസിൽ തന്നെ. അപ്പോൾ അവൻ ഇങ്ങനെ മുട്ടയടിച്ചത് കണ്ട് അപ്പോൾ എനിക്കൊരു ക്രൈസ് തോന്നി, ഇങ്ങനെ ആയിരിക്കുമെന്ന്. അപ്പോൾ ഞാൻ ശിവകുമാർ സാറിൻ്റെ കൂടെയും ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാറും ആ സമയത്ത് ഇതുപോലെ മുട്ടയായിരുന്നു. അപ്പോൾ ഇത് കണ്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ അതൊരു നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് മാറി. പിന്നെ അതങ്ങ് കണ്ടിന്യൂ ചെയ്യുന്നു. ശ്രീ സാർ നമ്മളെ ഇൻ്റർവ്യൂവിലേക്ക് വരുമ്പോൾ എനിക്ക് ആ ഒരു സംശയം ഉണ്ടായിരുന്നത്, IPS ഓഫീസറാണെന്ന് പരിചയപ്പെടുത്തണോ, പാട്ടുകാരനെന്ന് പരിചയപ്പെടുത്തണോ, പിന്നണി ഗായകനെന്ന് പരിചയപ്പെടുത്തണോ എന്ന് ഇങ്ങനെ ആകെ ഒരു കൺഫ്യൂഷനാണ്. അപ്പോൾ അവസാനം നമ്മൾ പോലീസ് ഓഫീസർ എന്നുള്ള രീതിയിൽ തന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ എന്തായാലും സാർ അസാധ്യ പാട്ട് പാടുന്ന ഒരാളാണ്, നമുക്കൊരു പാട്ട് കൂടി വേണം. അതിന് മുമ്പ് ഞാനിതിൻ്റെ ഒരു ബാക്കി പത്രം പറഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചതിൻ്റെ കാരണമാണ്. ഇപ്പോൾ ഞാൻ വേറൊരു കാര്യം എൻ്റെ മനസ്സിൽ തോന്നി. ഈ പോലീസിലുള്ള നമ്മൾ പണ്ട് മുതലേ ഈ സിനിമകളിലൊക്കെ നമ്മൾ കാണുന്ന ഗുണ്ടകളുടെ ചിത്രം മൊട്ടയാണ്. ബോബ് ക്രിസ്റ്റോ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. അപ്പോൾ ഈ ഗുണ്ടകളെ നേരിടാനുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥൻ അതുപോലെ നിന്നാൽ ഒരു വലിയ സൗകര്യം നോക്കുക. അതായത് ഒരു പ്രശ്നമുള്ള സ്ഥലത്തെത്തിയാൽ വളരെ ടഫ് ലുക്കിംഗ് ആയിട്ടുള്ളൊരു ഓഫീസറെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ലോ ആൻഡ് ഓർഡറിന് ബലം പ്രയോഗിക്കാതെ രക്ഷപ്പെടാൻ പറ്റും. പലപ്പോഴും വളരെ മുടിയൊക്കെ നീട്ടി വളർത്തി ഹിപ്പിയായി നടക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാണോ മൊട്ടയായി നടക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാണോ ആൾക്കാർ വില വയ്ക്കാൻ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും. ശരിയാണോ സാറേ? തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഫോർട്ട് അതിർത്തിയിൽ ഞാൻ പലപ്പോഴും പോണ്ടി വന്നിട്ടുള്ളപ്പം ഞാൻ പറയും, ചിലരുടെ അടുത്തൊക്കെ പറയും, ഇപ്പം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടാനായിട്ട് ഇയാളുടെ നമ്പർ കൊടുക്കുമ്പോൾ എടുത്ത് ചോദിക്കുന്ന ഒറ്റ ചോദ്യമാണ്, ആ മൊട്ടയായിട്ടുള്ള മീശക്കാരനല്ലേ എന്നുള്ള ചോദ്യമാണ്. മൊട്ടയായിട്ടുള്ള മീശക്കാരൻ. അപ്പോൾ എവിടെയോ മനുഷ്യരുടെ മനസ്സിൽ ഈ മൊട്ട പതിഞ്ഞ് നിൽക്കുന്നു എന്നുള്ളത് പോലീസിൻ്റെ ജോലിക്ക് സൗകര്യപ്രദമായ ഒരു രീതിയാണെങ്കിൽ എന്തുകൊണ്ടായിക്കൂടാ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയെടുത്തുനിന്ന് സാറിൻ്റെ ഒരു പാട്ടിലേക്ക്. പാട്ട് ഇപ്പോൾ ഓണത്തിൻ്റെ പാട്ടല്ലേ. മധുമലരേ കണിമലരേ പൊന്നും പൂവേ മനമലിയും മണമുയരും കന്നിപ്പൂവേ മധുമലരേ
കണിമലരേ പൊന്നും പൂവേ മനമലിയും മണമുയരും കന്നിപ്പൂവേ നിറഞ്ഞു വിരിഞ്ഞു നിറഞ്ഞു കവിഞ്ഞു ചമഞ്ഞു നിറഞ്ഞു നിരന്നു നാം നിറഞ്ഞു വിരിഞ്ഞു നിറഞ്ഞു കവിഞ്ഞു ചമഞ്ഞു നിറഞ്ഞു നിരന്നു നാം കളിച്ചു ചിരിച്ചു മധു കൊതിച്ചു കഴിച്ചു രസമുദിച്ചു ചിരിച്ചു മലരണിയുകയായി കളിച്ചു ചിരിച്ചു മധു കൊതിച്ചു കഴിച്ചു രസമുദിച്ചു ചിരിച്ചു മലരണിയുകയായി. ഇതിന് എൻ്റെ കൂടെ കൂടാൻ ഈ മുട്ടകൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ഇല്ല, എനിക്കറിയില്ല. അതില്ല. അത് ഞാൻ ചോദിച്ചപ്പോൾ തന്നെ ആദ്യമേ പറഞ്ഞു, ആ തൊഴുത്ത് പറഞ്ഞു ഇല്ല ഇല്ല, ആ ഒരു സെക്ഷൻ സാറിനങ്ങ് വിട്ടു തന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് അനുഭവം ഉള്ള ആളാണ് ഈ പോലീസ് ജീവിതത്തിൽ. ഇവർ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് കാലമായിട്ടുള്ളതായിരിക്കും പോലീസിലൊക്കെ വന്നിട്ട്. അപ്പോൾ സാറിനോട് എന്തെങ്കിലുമൊക്കെ ഇവർക്ക് ചോദിക്കാനുണ്ടാവും. നമുക്കിനി അതിലേക്ക് അങ്ങ് പോവാം. ഒരുപാട് കാര്യങ്ങൾ സാറുമായിട്ട് സംവദിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. സാറേ, ഈ നമ്മുടെ പുതിയ ആധുനിക കാലഘട്ടത്തിൽ പോലീസിങ്ങിന് ഒരു മോഡേണൈസേഷൻ സാറിൻ്റെ ഒരു ഇതിൽ എങ്ങനെയാണ് സാധ്യമാക്കേണ്ടത്? ഫ്യൂച്ചർ ക്രൈം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ സൈബറാണ്. ഇനി സൈബർ അടുത്താണ് ക്രൈംസ്. ഇനി നാളെ ഒരാളെ കൊല്ലണമെങ്കിൽ അപ്പം നമ്മുടെ നാട്ടുകാർ ഇനിയിപ്പം അങ്ങനെ പടർന്ന് പന്തലിക്കാതിരിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. നാളെ ഒരാളെ കൊല്ലണമെങ്കിൽ കത്തിയെടുത്ത് പോയി കുത്തി കൊല്ലേണ്ട കാര്യമൊന്നുമില്ല. അയാൾ ഓടിക്കുന്ന വണ്ടിയുടെ സോഫ്റ്റ്വെയർ ജാം ചെയ്താൽ മതി. ഹാക്ക് ചെയ്ത് കയറിയിട്ട് അയാളുടെ ബ്രേക്ക് ജാം ചെയ്താൽ ആ വണ്ടി. അപ്പോൾ ഇനി ഫ്യൂച്ചർ, ഇനി ഭാവിയിലുണ്ടാകാൻ പോകുന്ന കുറ്റകൃത്യങ്ങളെല്ലാം ആ തലത്തിലേക്ക് മാറാൻ പോവുകയാണ്. അവിടെ നമ്മുടെ പോലീസ് സേനയുടെ ഒരു പോരായ്മ എന്ന് ഞാനിപ്പോഴും കാണുന്നത്, നമ്മളിപ്പോഴും പലരും വിശ്വസിക്കുന്നത് ലത്തിയെടുത്ത് റോഡിൽ നിന്നാൽ തീരുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഈ ലോകത്തുള്ളൂ എന്നാണ്. അങ്ങനെയല്ല. അപ്പോൾ ആ തരത്തിൽ നമ്മൾ പറയില്ലേ, യു ഷുഡ് ബി ഹെഡ് ഓഫ് ദ കർവ് എന്ന് പറയും. നമ്മളിപ്പോൾ ഒരു വളവ് തിരിയാണെങ്കിൽ ആ വളവ് തിരിയുന്നതിന് അപ്പുറത്ത് പോയി നമ്മൾ നിൽക്കണം. അപ്പോൾ അങ്ങനെ നിൽക്കേണ്ട രീതിയിലുള്ള ഫലപ്രദമായ പരിശീലനം ഇനിയും നമുക്ക് കരഗതമായിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇനിയും നമുക്ക് ദർ ഇസ് എ ലോട്ട് ടു ബി ഡിസൈഡ് ഫോർ എന്ന് ഞാൻ പറയും. സാറിൻ്റെ അടുത്ത് എനിക്ക് ചോദ്യം, സാർ ഒത്തിരി വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. ഞാൻ സാറിൻ്റെ കീഴിൽ IGP ക്രൈംസ് സാറായിരുന്നപ്പോഴത്തേക്കും ഇൻവെസ്റ്റിഗേഷൻ എംപ്ലോയി വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പോൾ ആ വർക്ക് ചെയ്ത സമയത്ത് സാറിൻ്റെ വിദേശ യാത്രകളെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. സാറ് മൊത്തം എത്ര വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്? അല്ലെങ്കിൽ അവിടുത്തെ ഓണവും അവിടുത്തെ പോലീസിങ്ങും നമ്മുടെ സ്റ്റേറ്റുമായിട്ട് നമ്മളുള്ള ഒരു വ്യത്യാസം സാർ എങ്ങനെ കാണുന്നുണ്ട്? പോലീസിങ്ങിൻ്റെ വ്യത്യാസം പറഞ്ഞാൽ ഞാൻ നമ്മളുടെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ ലണ്ടനിൽ പോയപ്പോൾ എന്താ വെച്ചാൽ സൗത്താംപ്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്തെ പെട്രോൾ കാർസിൽ ഞാൻ സഞ്ചരിക്കേണ്ടായി. അവരുടെ കൂടെ അവരുടെ 2 പോലീസ് ഉദ്യോഗസ്ഥരും ഞാനും. പിന്നെ ടേസർ, നോർമൽ വെപ്പൺസ് എല്ലാം ഉണ്ട്. അത് പിസ്റ്റൾ ഉണ്ട്, പിന്നെ ചെറിയ എന്താ പറയുക ഈ AK-47 അവരുടെ ഒരു വേർഷൻ ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അതൊരെണ്ണമുണ്ട്. പിന്നെ എല്ലായിടത്തും പിസ്റ്റൾസ് ഉണ്ട്. ടേസർ എന്ന് പറയുന്ന സാധനമുണ്ട്, അതായത് മേത്ത് തട്ടിയാൽ ഉടനെ ആൾ ഷോക്ക് ഡൗൺ, അത് പിടിക്കാം. 2 മിനിറ്റ് നേരത്തേക്ക് ആൾ നിശ്ചേതന ആയിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് പോയി പിടിക്കാം ആളെ. ഒറ്റ ആൾ നിന്ന് വാള് വീശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാള് വീശുമ്പോൾ ആൾക്കാരൊക്കെ അങ്ങോട്ട് ഓടുന്നുണ്ട്. ആർക്കും അപകടം ഉണ്ടായിട്ടില്ല. അയാളുടെ ഭാര്യയെ പോലും അയൽവക്കക്കാരെ രക്ഷിച്ച് അപ്പുറത്ത് മാറ്റി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഞങ്ങൾ 5 പേര് നിൽക്കുമ്പോൾ ഞാൻ ഈ സഹോദരന്മാരോട് ചോദിച്ചു, ബ്രിട്ടീഷ് പോലീസുകാരോട് ചോദിച്ചു, നമ്മൾ 5 പേരില്ലേ, ഇവനെ പിടിച്ചുകൊണ്ട് പോയാൽ പോരെ? നോ, ദാറ്റ്സ് നോട്ട് പോസിബിൾ, പാടില്ല. അത് കഴിഞ്ഞ് പിന്നെ 2 പെട്രോൾ കാസ് കൂടെ വന്നു. അപ്പം ഞങ്ങൾ 5ഉം 4ഉം 9 പേരായി. ഇത്രയും ആയുധങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഒരു മോഡേൺ ബ്രെഡ് പോലത്തെ ഒരു വാഹനമായിട്ട്, ഒരു മെർസിഡീസ് ബെൻസാണ്, അതിനകത്ത് ഒരു 11 പേര് വന്നു. ഇവരെല്ലാവരും ചേർന്ന് അയാളുടെ നേരെ അങ്ങനെ. അപ്പോൾ അയാൾ വാൾ കൊണ്ട് വെട്ടുന്നുണ്ടാകുന്ന ഇവർ കേൾക്കുന്നില്ല, കാരണം ഇവർ കവചിതരാണ്. അവസാനം ഇയാളെ മറിച്ചിട്ട് ഇവരെല്ലാവരും എടുത്തുകൊണ്ട് പോയി. അപ്പം ഞാൻ അവിടെ വെച്ച് ഇവരോടൊരു തമാശ പറഞ്ഞു, ഞാൻ മലയാളത്തിൽ പറയാതെ ഞാൻ പറഞ്ഞു, ഇത്രയും ആൾക്കാരെ ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഞങ്ങൾക്ക് കിട്ടുമെങ്കിലേ ഞങ്ങൾ ബംഗ്ലാദേശ് പിടിച്ചേനെ പറഞ്ഞ ഭാഷ ഇതാണ്. ഞങ്ങളവിടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കുട്ടമ്പിള്ള കോൺസ്റ്റബിൾ എല്ലാം കയറാൻ വേണ്ടി എന്ന് പറഞ്ഞു. ലാത്തിയുടെ പവർ ഒരു പവർ തന്നെയാണ്. ആ ലാത്തി മാത്രം വെച്ചുകൊണ്ട് ആ അത്യാശക്തി കൊണ്ടാണ് പിന്നെ നമ്മളെ കേരള പോലീസും ഇന്ത്യയിലെ പോലീസും പ്രവർത്തിക്കുന്നത്. സാറേ, സംഗീതം സാറ് വളരെയധികം ആസ്വദിച്ച് കൈകാര്യം ചെയ്യുന്നൊരു വിഷയമാണ് സാറേ. സാറിൻ്റെ ഈ ഔദ്യോഗിക ജീവിത തിരക്കിനിടയ്ക്ക് ഈ സംഗീതം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനും അതിന് പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ സമയം കണ്ടെത്തും എന്നുള്ളത്. അതിൽ ഒരു ചോദ്യം ഞാനും കൂടെ ചേർത്ത് ചോദിക്കുന്നത്, സാറ് ചെറുപ്പകാലം മുതലേ ഈ സംഗീതം അഭ്യസിക്കാൻ തുടങ്ങിയോ, അല്ലെങ്കിൽ അതിനുശേഷം എപ്പോഴെങ്കിലും ആണോ ഈ സംഗീതത്തോട് ഒരു ഭ്രമം തോന്നിയത്? സത്യം പറഞ്ഞാൽ സംഗീതം പഠിച്ചിട്ടില്ല. രാഗങ്ങളുടെ ആസ്വാദനം സാധാരണക്കാരൻ അറിയില്ല. ഇപ്പം ഞാനിപ്പോൾ ജാരികേശി എന്ന് പറഞ്ഞാൽ ചിലപ്പം നിങ്ങൾക്ക് അറിഞ്ഞോളണമെന്നില്ല. പക്ഷേ ഞാനിപ്പോൾ പാടുകയാണ്,
അകലെ അകലെ നീലാകാശം അല തല്ലും മേഘതീർത്ഥം. ഇത് ചാരുകേശി രാഗത്തിലാണ്. അകലെ നീലാകാശം, ഇത് ചാരുകേശിയാണെന്ന് പറഞ്ഞാൽ ഓ ഇത് ചാരുകേശിയാണോ എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് ആൾക്കാരുടെ മനസ്സ് വരും. ചുംബനപ്പൂ കൊണ്ടു മൂടി എൻ്റെ തമ്പുരാട്ടി നിന്നെ ഉറക്കാം, ചാരുകേശിയാണ്. അപ്പം ഇത് ഇപ്പം ഇങ്ങനെ ഈ ഒരു രാഗം പറഞ്ഞു, അതിൻ്റെ ഭാവം പറഞ്ഞു, ആ ഭാവത്തിനനുസരിച്ചുള്ള സിനിമാ പാട്ട് ഏതാന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അത് കൂടുതൽ ആസ്വാദ്യകരമാകും. അപ്പം അങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിക്കുകയാണ് ഇപ്പം സിനിമാ ഗാനങ്ങളിലൂടെ രാഗങ്ങളെ പരിചയപ്പെടുത്താൻ. അപ്പോൾ അങ്ങനെയുള്ള താല്പര്യം ഈ സംഗീതത്തോട് താല്പര്യമുള്ളവർക്ക് താനേ വരും. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ള, സാർ IPS ഈ സംഗീതവും സാറിൻ്റെ പാഷനായിട്ട് നമുക്ക് മനസ്സിലായി. ഇതല്ലാതെ സാർ ഇപ്പോൾ ഇൻ കേസ് ഒരു IPS കാരൻ ആയിരുന്നില്ല എങ്കിൽ സാറ് മറ്റ് ഏത് മേഖലയിലായിരിക്കും? ഈ സംഗീതവും ഈ പോലീസും അല്ലാതെ ഏതെങ്കിലും മേഖല? ഭാര്യനോട് പറയാറ് നിങ്ങൾ പോലീസ് അല്ലേ, നിങ്ങൾ ഗുണ്ടേനെന്നാണ്. പോലീസിലല്ലായിരുന്നു ഒരു പക്ഷേ ഞാൻ നല്ലൊരു അധ്യാപകനാവുമായിരുന്നു എന്ന് ഞാൻ തോന്നിയിട്ടുണ്ട്. എനിക്ക് പഠിപ്പിക്കാൻ ഇഷ്ടമാണ് ആൾക്കാരെ. ഈ പോലീസിലായിരുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ സഹപ്രവർത്തകരുണ്ട്, ഏതെങ്കിലും ഈ പണിഷ്മെൻറ്റ് ഈ സീനിയർ ഓഫീസർമാർ കൊടുക്കുന്നത് സാധാരണയാണ്. അത് ട്രെയിനിങ് സമയത്താണെങ്കിലും അല്ലെങ്കിലും ഏതെങ്കിലും ഒരു ജൂനിയർ ഓഫീസർക്ക് ഒരു പണിഷ്മെൻറ്റ് കൊടുത്തിട്ട് അത് വേണ്ടായിരുന്നു, തെറ്റ് ചെയ്തിരിക്കാം എങ്കിൽ പോലും അത് ഇത്തിരി കടുത്ത നടപടിയായിപ്പോയി എന്ന് തോന്നിയിട്ടുണ്ടോ എവിടെയെങ്കിലും, ഏതെങ്കിലും സർവീസിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച്? പണിഷ്മെൻറ്റ് ഞാൻ കൊടുത്തതൊന്നും വേണ്ടായിരുന്നു എന്ന് തോന്നേണ്ട ആവശ്യം എനിക്കുണ്ടായിട്ടില്ല. കാരണം ഞാൻ അത്രയും ആലോചിച്ച് മാത്രമേ പണിഷ് ചെയ്യാറുള്ളൂ. എനിക്കറിയാവുന്നൊരു ഉദ്യോഗസ്ഥൻ പ്രതിയായിരുന്നിട്ട് കുറേ കാലം അദ്ദേഹത്തെ അന്വേഷിച്ചിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്ത് നിൽക്കുന്നൊരു, പിന്നീട് അന്വേഷിച്ചപ്പോൾ ആ കേസ് പോലും വേറെ കുറേ എന്താ പറയുക വ്യാജ ആരോപണങ്ങളുടെ പുറത്ത് വന്നതാണെന്ന് അറിയുമ്പോൾ നമ്മുടെ ജയകുമാർ നെയ്യാറ്റിൻകര അപ്പം അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ നിസ്സഹായരാകുന്ന അവസ്ഥ. 24 തവണ ഞാൻ നേരിട്ട് രാത്രി മുഴുവൻ ഉറക്കൊളച്ചിരുന്ന് വരെ പിടിച്ച പ്രതികൾ, ഓരോരുത്തർ കൊലപാതക കേസിലെ പ്രതികളെ പിടിച്ചതിനും ഒക്കെ ഞാൻ റിവാർഡ് ചെയ്തിട്ടുള്ള പ്രതികളെ ഞാൻ തന്നെ കയ്യാമം വെച്ച് ജയിലിലടക്കേണ്ടി വരുന്നൊരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ സന്നിഗ്ധമാണ്. മാത്രമല്ല അന്ന് അവരെ ജയിലിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തലേന്ന് വരെ പിടിച്ച് അകത്തിട്ട പ്രതികൾ ഇവരെ കാത്ത് ജയിലിലിരിക്കുകയാണ്. ഇനി വാ ഞങ്ങൾ കാണിച്ചു തരാമെന്നുള്ള ഒരു വ്യഗ്രതയോടുകൂടി. നമ്മുടെ നിരവധി പരാതികളുമായിട്ട് ആൾക്കാർ എത്തും. ഏതെങ്കിലും ഒരു കേസിൽ ഇപ്പം ഏതെങ്കിലും സാറ് പറഞ്ഞത് ഏതെങ്കിലും ഒരു വശത്ത് നിൽക്കാനേ നമുക്ക് പറ്റൂ, ശരിയുടെ വശത്ത് നിൽക്കാനേ പറ്റൂ, പിന്നീട് അത് ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു കേസിൽ? പലപ്പോഴും ചില പരാതികളൊക്കെ തന്നെ എന്തെങ്കിലും റിവഞ്ച് തീർക്കുന്നതിന് വേണ്ടിയിട്ട് വരുന്നതായിരിക്കും. നമ്മുടെ നിയമത്തിൻ്റെ നിലവിലുള്ള പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് റിവഞ്ച് തീർക്കുന്നതിന് വേണ്ടിയിട്ട് വരുന്ന ഒരുപാട് പരാതികളുണ്ടാവും. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളത് വരുന്നത് ഈ ഫാമിലി അഫേഴ്സിലാണ്. ഫാമിലി അഫേഴ്സിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് സെപ്പറേറ്റഡ് ആയിരിക്കുന്ന സമയത്ത് അവരുടെ ഇത് തീർക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് കുട്ടികളെ ബലിയാടാക്കുന്ന പോക്സോ പോലെയുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് ഏതെങ്കിലും ഒരു പാരൻറ്റിനെ, അമ്മയെ അല്ലെങ്കിൽ അച്ഛനെ, അല്ലെങ്കിൽ അമ്മയുടെ അച്ഛനെയോ അങ്ങനെ ഏതെങ്കിലും വളരെ ബ്ലഡ് റിലേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തുന്ന സംഗതികളുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് സാർ പറഞ്ഞ തലശ്ശേരിയിലത്തെ സംഭവം 98-99 കാലഘട്ടത്തിൽ സാർ ഒരു ബോംബ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു സംഘടനയുടെ പുറകെ പോകുന്നതും സാറിനൊരു പരുക്ക് പറ്റുന്നതും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഓണനാളിലാണെന്ന് എൻ്റെ ഓർമ്മ അങ്ങനെയാണ്, ആണോ എന്ന് അറിയില്ല. സാറിന് വലിയൊരു സർജറിയൊക്കെ ഉണ്ടായി എന്നുള്ളതാണ് എൻ്റെ കേട്ടത്. ഓണം നാളിലായിരുന്നില്ല, ഓണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴായിരുന്നു. 14 സർജറി വേണ്ടി വന്നു. അന്ന് ഇതുപോലെ അക്രമി സംഘം എൻ്റെ നേരെ വന്നപ്പോൾ, എൻ്റെ നേരെ വരെ അവരാരെയോ കാത്തു നിൽക്കുകയായിരുന്നു. അവരെ നേരിട്ടപ്പോൾ ഒരാൾക്ക് ഞാൻ അവരെ നേരിട്ടപ്പോൾ അവർ തിരിഞ്ഞോടുകയുണ്ടായി. പക്ഷെ തിരിഞ്ഞോടിയപ്പോൾ അതിലൊരാൾ മാത്രം ഓട്ടത്തിന് സ്പീഡ് പോരാ. അല്ല, കയ്യിലൊരു പ്ലാസ്റ്റിക് കവർ ഉണ്ടായിരുന്നു, അതിനകത്ത് ബോംബാന്ന് നമുക്കറിയാം. ബാക്കി ഓടുന്ന സ്പീഡ് കൂടിയാൽ ഈ ബോംബുകൾ തമ്മിലുള്ള ഘർഷണം കൊണ്ട് പൊട്ടും എന്നുള്ള ഭയം കൊണ്ടായിരിക്കണം അയാൾക്ക് അത്ര സ്പീഡിൽ ഓടാൻ പറ്റായിരുന്നത്. അപ്പോൾ അയാൾ അതിനകത്തോട്ട് കൈയിടുന്നതും എറിയാൻ പോകുന്നതും ഞാൻ എറിയരുത് എന്ന് ഞാൻ ആക്രോശിക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അയാൾ പക്ഷേ തിരിഞ്ഞു പോയി നോക്കാതെ എടുത്ത് എറിയാനുണ്ടായത്. അങ്ങനെ ബോംബിനാൽ ആക്രമിക്കപ്പെട്ട ആദ്യത്തെ IPS ഉദ്യോഗസ്ഥൻ കേരളത്തിൽ ഞാനായിരിക്കണം. ഇപ്പോഴും ഇടത് ചെവിയിൽ കേൾവി ഇത്തിരി കുറവാണ് സാറിൻ്റെ. ചില ഇടപെടലുകൾ പോലീസിന് നടത്തിയേ പറ്റൂ. അങ്ങനെ നടത്തുമ്പോൾ ഈ ഒരു നിയമം വേണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ചിലപ്പം ഈ നിയമത്തിൻ്റെ കാർക്കശ്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് പല ഇടപെടലുകളും നടത്തേണ്ടി വരും. ഇത് കുറച്ചുകൂടി ഒന്ന് മയപ്പെട്ടിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും?
ചില സന്ദർഭങ്ങളിലൊക്കെ തോന്നാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് പലപ്പോഴും നിസ്സഹായരാവേണ്ട അവസ്ഥയുണ്ട്. ശരിക്കും ചെയ്യാനുള്ള കാര്യം ഒന്നായിരിക്കാം, പക്ഷേ നിയമത്തിൻ്റെ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും ചില കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒത്തിരി പ്രത്യേകിച്ച് ഓർമ്മിക്കാനില്ലെങ്കിലും ഒത്തിരി അനുഭവങ്ങളുണ്ട്. അത് ചില കാര്യങ്ങൾ നമ്മളങ്ങനെയാണ്. ചില കാര്യങ്ങളിൽ ചില പരാതികൾ വരുമ്പോഴത്തേക്ക് നമുക്കറിയാം രണ്ട് ഭാഗത്തുനിന്നും നോക്കുമ്പോഴത്തേക്ക് ഒരു ഭാഗത്ത് മാത്രമേ സാർ സൂചിപ്പിച്ചതുപോലെ ഒരു ഭാഗത്തായിരിക്കും ന്യായം, പക്ഷേ അവിടെ മറ്റൊരാൾ എതിർകക്ഷി എന്ന് പറയുന്ന ആൾ ആരായിരുന്നാലും അവിടെ നമ്മൾ അവരുടെ ഒരു വിഷമം നമ്മൾ കാണേണ്ട അവസ്ഥ വരും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ശിവകുമാർ സാറ് ഈ കൂടുതൽ പ്രതികളെ പിടിക്കാൻ മറ്റ് ജില്ലകളിലൊക്കെ സംസ്ഥാനങ്ങളിലൊക്കെ പോയിട്ടുള്ള ആളാണ്. അപ്പോൾ നമുക്ക് ചില പരിമിതികളുണ്ട് കേരള പോലീസിന്. കുറച്ചുകൂടി ഒരു ഡെവലപ്പിംഗ് ആവണം കേരള പോലീസ് എന്ന് ഏതെങ്കിലും ഒരു സമയത്ത് സാഹചര്യത്തിൽ തോന്നിയിട്ടുണ്ട്? ഇപ്പം ഈ നാർക്കോട്ടിക്സ് കേസിൽ നമ്മളിപ്പം കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പേ ഒരു ലേഡിയെ നമ്മൾ ബാംഗ്ലൂർ പോയി അറസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ ഉള്ള റെസ്ട്രിക്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് പലപ്പോഴും നമ്മളൊരു ഇൻഫർമേഷൻ, ഇപ്പം നമ്മൾ ആദ്യം ഒരാളെ ഇവിടെ വെച്ച് MDMA ആയിട്ട് പിടിക്കുന്നു, അയാളെ നമ്മൾ കസ്റ്റഡി മേടിച്ച് ചോദ്യം ചെയ്തപ്പം അയാൾ അദ്ദേഹം നമ്മുടെ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്യണം അയാൾക്ക് വേറെ ഒരു ജെൻസ് ഒരു പയ്യനാണ് കൊടുത്തെന്നാണ് പുള്ളിയുടെ ഇൻഫർമേഷൻ കിട്ടിയാണ് നമ്മളിവിടെ നേരെ ബാംഗ്ലൂർ പോകുന്നത്. അവിടെ ചെന്ന് ഇവനെ വിളിച്ച് അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ അന്വേഷണം നടത്തി ചോദ്യം ചെയ്തപ്പോഴാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിനകത്ത് യഥാർത്ഥത്തിലൊരു ലേഡിയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇതിൻ്റെ ബാക്കിൽ ഇവൻ്റെ മെയിൻ നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഇതിൻ്റെ അകത്ത് മെയിൻ ഒരു ലേഡിയാണ് ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മളൊരു സ്റ്റേറ്റിൽ പോയി അവിടുത്തെ പോലീസിന് നമുക്കൊരു പരിധിക്കപ്പുറം അവർ നമ്മളെ സഹായിക്കാൻ ഉള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ നമ്മൾ DCP അദ്ദേഹത്തിനടുത്തൊക്കെ ബന്ധപ്പെട്ട് പിന്നെ നമ്മൾ ആ ലേഡിയെ നമ്മൾ പിടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളവിടെ ഹോസ്റ്റലിൽ കേന്ദ്രീകരിച്ച് ലൊക്കേറ്റ് ചെയ്ത് പാലക്കാട് സ്വദേശിയായിട്ടൊരു ലേഡിയെ നമ്മൾ അവിടെ നിന്ന് പിടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ ലൊക്കേറ്റ് ചെയ്ത് ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ പിടിച്ച് നമുക്ക് അവിടെ ഹോൾഡ് ചെയ്ത് പിന്നെ അവിടെ തൽക്കാലത്തേക്ക് അവിടെ പ്രസിഡൻസി പാസ്പോർട്ട് മേടിച്ച് നമ്മളവിടെ ഹോൾഡ് ചെയ്ത് നമ്മളവിടെ ഇവിടുന്ന് വനിതാ പോലീസിനെ അവിടെ എത്തിച്ചിട്ടാണ് നമ്മൾ തിരിച്ചവരെ കൊണ്ടുവരുന്നത്. സഹപ്രവർത്തകർ എന്നുള്ള നിലയിൽ ഒരു സീനിയർ ഓഫീസർ എന്നുള്ള ഏറ്റവും കൂടുതൽ കാലം പോലീസിൽ സേവനമനുഷ്ഠിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എന്താണ് ഒരു ഉപദേശം ഇവർക്ക് കൊടുക്കാനുള്ളത്? സീനിയർ ഓഫീസർമാർ സാധാരണഗതിയിൽ ഉപദേശങ്ങൾ കൊടുക്കാറുണ്ട്, എങ്കിൽ പോലും ഈ ഒരു ഘട്ടത്തിൽ പോലീസുകളെല്ലാവർക്കും ഇപ്പം ഇവർ ഇത്രയും നേരം പറഞ്ഞതിലേ എത്ര തവണ സാറ് പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചോന്നറിയില്ല. ഇത് ഞങ്ങളുടെ എന്താ പറയുക, ഞാൻ സത്യം പറഞ്ഞാൽ ഇതിന് പറയുന്നത് മസ്തിഷ്ക പ്രക്ഷാളനം എന്നാണ്. എന്ന് വെച്ചാൽ ഈ തലയ്ക്കകത്ത് കയറി കഴിഞ്ഞ് അത് ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഉള്ളിൽ അവരുടെ ഭാഷ വന്നത്, ആ ഡിമീനർ വന്നാണ്. അവർക്ക് ആകെ കൊടുക്കാനുള്ള ഉപദേശത്രയേ ഉള്ളൂ. അത് ഡിസിപ്ലിൻ നിങ്ങൾ എക്സ്റ്റേണലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴും നിങ്ങളുടെ മനസ്സിന് വിഹരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം. മേലുദ്യോഗസ്ഥർ പറയുന്നതും നിയമം പറയുന്നതും ഒക്കെ ശരിയാണ്, പക്ഷെ മനസ്സുകൊണ്ട് നമ്മൾ മനുഷ്യരായിട്ട് ചിന്തിക്കാനും ശരിയും തെറ്റും കണ്ട് തിരിച്ചറിയാനും തിരുത്താൻ പറ്റുന്ന മേലുദ്യോഗസ്ഥരെ എല്ലാവരെയും തിരുത്താൻ പോയാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. തിരുത്താൻ പറ്റുന്ന മേലുദ്യോഗസ്ഥർ ഇപ്പം എന്നെ സംബന്ധിച്ചോളം എന്നെ ആര് തിരുത്തിയാലും എനിക്ക് സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ തിരുത്താൻ പറ്റുന്ന ആൾക്കാരെ തിരുത്തിക്കൊണ്ട് പോലീസ് സേനയുടെ മികവ് പുലർത്തണം എന്നാണ് എനിക്ക് ആകെ ഇവരോട് പറയാനുള്ളത്. കാരണം എന്തായാലും വളരെ കുറച്ച് സമയം 24-നൊപ്പം ഓണവിശേഷങ്ങൾ പങ്കുവച്ചു. ഓണവിശേഷങ്ങൾക്കപ്പുറം പോലീസിങ്ങിനെ കുറിച്ച് സംസാരിച്ചു, പോലീസിലെ അനുഭവങ്ങളെക്കുറിച്ച് സംബന്ധിച്ചു. എന്തായാലും എല്ലാവർക്കും വളരെയധികം നന്ദി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.